അറേബ്യൻ മരുഭൂമിയുടെ ഹൃദയഭാഗത്ത് സൂര്യൻ ജ്വലിക്കുകയും മണൽത്തിട്ടകൾ തിളങ്ങുകയും ചെയ്യുന്നിടത്ത് അപാരമായ സമ്പത്തിന്റെയും ശക്തിയുടെയും ഒരു രാജ്യം സ്ഥിതി ചെയ്യുന്നു, സൗദി അറേബ്യ. ഈ രാജ്യത്തിന്റെ അമരത്ത് സൗദി രാജകുടുംബം ഇരിക്കുന്നു. മരുഭൂമിയിൽ തന്നെ സമ്പത്തുള്ള ഒരു രാജവംശം. സൗദി രാജകുടുംബത്തിന്റെ സമ്പത്തിന്റെ കഥ അവരുടെ രാജ്യത്തിന്റെ ചരിത്രവുമായി ഇഴകിച്ചേർന്ന് നിൽക്കുന്നു. ഇതെല്ലാം ആരംഭിച്ചത് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സൗദി അറേബ്യയുടെ മണലിനടിയിൽ വലിയ എണ്ണ ശേഖരം കണ്ടെത്തിയതോടെയാണ്. ഈ കറുത്ത സ്വർണം അറിയപ്പെടുന്നതുപോലെ രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തി കേന്ദ്രമാക്കി മാറ്റി. സൗദി രാജകുടുംബം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ കുടുംബങ്ങളിൽ ഒന്നായി മാറി. എണ്ണ വരുമാനം, റിയൽ എസ്റ്റേറ്റ്, വിവിധ വ്യവസായങ്ങളിലെ നിക്ഷേപങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ സ്രോതസ്സുകളിൽ നിന്നാണ് കുടുംബത്തിന്റെ സമ്പത്ത് ഉരുത്തിരിഞ്ഞത്. ന്യൂയോർക്ക് നഗരത്തിലെ ഉയർന്ന അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ മുതൽ ഫ്രഞ്ച് റിവിയേരിയയിലെ ആഡംബര റിസോർട്ടുകൾ വരെ അവരുടെ ആസ്തികൾ ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്നു. സൗദി രാജകുടുംബത്തിന്റെ സമ്പത്തിന്റെ ഏറ്റവും ദൃശ്യമായ പ്രതീകങ്ങളിലൊന്ന് അവരുടെ കൊട്ടാരങ്ങളുടെ ശേഖരമാണ്. ഈ ആഡംബര വസതികൾ രാജ്യത്തുടനീളം ചിതറിക്കിടക്കുന്നു. ഓരോന്നും കുടുംബത്തിന്റെ ആഡംബര അഭിരുചികൾക്ക് തെളിവാണ്. കൊട്ടാരങ്ങൾ സ്വർണം, മാർബിൾ, വിലയേറിയ കല്ലുകൾ എന്നിവയാൽ അലങ്കരിച്ചിരിക്കുന്നു. കൂടാതെ മികച്ച കലയും പുരാതന വസ്തുക്കളും കൊണ്ട് കമനീയമാക്കിയിരിക്കുന്നു. സൗദി രാജകുടുംബത്തിന്റെ സമ്പത്ത് ലോകവേദിയിൽ ഗണ്യമായ സ്വാധീനം ചെലുത്താൻ അവരെ പ്രാപ്തരാക്കിയിട്ടുണ്ട്. അവർ അവരുടെ വിഭവങ്ങൾ അവരുടെ രാഷ്ട്രീയ മത അജണ്ട പ്രോത്സാഹിപ്പിക്കുന്നതിനും വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനും ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കുടുംബത്തിന്റെ സമ്പത്തും വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. വിമർശകർ അവരിൽ അഴിമതിയും ധൂർത്തും ആരോപിച്ചു. അവരുടെ വിശാലമായ സമ്പത്തിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്തു. വിവാദങ്ങൾക്കിടയിലും സൗദി രാജകുടുംബം ലോകത്തിലെ ഏറ്റവും ശക്തവും സ്വാധീനമുള്ളതുമായ കുടുംബങ്ങളിൽ ഒന്നായി തുടരുന്നു. അവരുടെ സമ്പത്ത് അവരുടെ രാജ്യത്തിന്റെ വിധി രൂപപ്പെടുത്താനും ആഗോള കാര്യങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാനും അവരെ പ്രാപ്തരാക്കി. ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് തൊഴിൽ, ബിസിനസ് സാധ്യതകൾ തുറന്നു നൽകി. ആഗോള വരുമാനത്തിന് മുഖ്യ പങ്ക് വഹിച്ചു. എങ്കിലും എത്രയായിരിക്കും സൗദി രാജകുടുംബത്തിന്റെ ഏകദേശ ആസ്തി? ആയിരക്കണക്കിന് അംഗങ്ങളുള്ള സൗദി രാജകുടുംബത്തിന്റെ സമ്പത്ത് ഒരു ചെറിയ കോർ ഗ്രൂപ്പിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സ്വകാര്യ സമ്പത്തിന്റെ കൃത്യമായ കണക്കുകൾ പരസ്യമല്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു ആശയം നൽകാൻ ശ്രമിക്കാം. കുടുംബത്തിന്റെ മൊത്തം ആസ്തി ഏകദേശം $1.4 ട്രില്യൺ ആണെന്ന് കണക്കാക്കുന്നു. ഇതിൽ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ സൗദി അരാംകോ പോലെയുള്ള ആസ്തികളും മറ്റു നിക്ഷേപങ്ങളും ഉൾപ്പെടുന്നു. ഏകദേശം 2000 അംഗങ്ങൾ സമ്പത്തിന്റെ ഭൂരിഭാഗവും കൈവശം വെച്ചിട്ടുണ്ട് എന്നാണ് ഏകദേശ കണക്കുകൂട്ടൽ. $1.4 ട്രില്യൺ 2000 കൊണ്ട് ഹരിച്ചാൽ നമുക്കൊരാൾക്ക് ശരാശരി $7 മില്യൺ ലഭിക്കും. അതായത് 2000-ഓളം അംഗങ്ങളുള്ള സൗദി രാജകുടുംബത്തിൽ ഒരാളുടെ ആസ്തി ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ ഏകദേശം 60,000 കോടി മുകളിൽ വരും. ഇത് വളരെ ലളിതമായ ഒരു ശരാശരിയാണ്. ചില കുടുംബാംഗങ്ങൾക്ക് കോടിക്കണക്കിന് ഡോളറുണ്ട്, മറ്റുള്ളവർക്ക് ഗണ്യമായ കുറവാണുള്ളത്. ഇതിനർത്ഥം ഓരോ രാജകുടുംബത്തിനും $700 മില്യൺ പണമുണ്ടെന്നല്ല. സൗദി രാജകുടുംബത്തിന് അപാരമായ സമ്പത്തുണ്ടെന്ന് പറയുന്നത് സുരക്ഷിതമാണ്. പക്ഷേ അവരുടെ സാമ്പത്തിക സ്ഥിതിയുടെ വ്യാപ്തിയും സ്വകാര്യ സ്വഭാവവും കാരണം കൃത്യമായ ശരാശരി കണക്കാക്കുന്നത് ബുദ്ധിമുട്ടാണ്.